നമശിവായ. ഓം നമശിവായ. ഭക്തജനങ്ങളെ, തൃപ്പങ്കോട് മഹാശിവക്ഷേത്രത്തിലെ ഉത്സവാഘോഷം 2009 മുതൽ ആണ് കൊടി കയറി ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടോടുകൂടി ഉത്സവം നടക്കുന്നത്. കൊടി കയറിയതിന് ശേഷം 8 ദിവസങ്ങളിലായി ആണ് ഭഗവാന്റെ ആറാട്ടുത്സവം നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വളരെ ഗംഭീരമായി നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി വളരെ ഗംഭീരമായി തന്നെ തൃപ്പങ്കോട്ടപ്പൻ്റെ ഉത്സവാഘോഷം കൊണ്ടാടാറുണ്ട്. ഈ വർഷം അതിനേക്കാൾ ഗംഭീരമായി പകൽ സമയങ്ങളിലും രാത്രി കാലങ്ങളിലും ഒക്കെ തന്നെ നിരവധി പരിപാടികളും അതുപോലെ തന്നെ ക്ഷേത്രകലകളായ ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം തുടങ്ങിയ പരിപാടികളും പുരാണ പാരായണവും ഭക്തിഗാനങ്ങളുടെ ഭജനകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവാതിരക്കളിയും അനേകം ഭക്തജനങ്ങൾക്ക് സമയം നേരം കളയാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒട്ടേറെ പരിപാടികൾ ഈ പ്രാവശ്യത്തെ ഉത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെ തിരുവനം കുട്ടന്മാരെ പോലെയും അനിയന്മാരെ പോലെയും ഒക്കെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വാദ്യകലാകാരന്മാരുടെ വാദ്യങ്ങളും ഒക്കെ തന്നെ ഈ പ്രാവശ്യത്തെ ഉത്സവാഘോഷത്തിന് മാറ്റുകൂട്ടുന്നതാണ്. പള്ളിവേട്ട ദിവസം രാവിലെ തിരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിലുള്ള വാദ്യകലാകാരന്മാർ ഏകദേശം 50-ലേറെ 65ഓളം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരി മേളത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് രാവിലത്തെ ശീവേലി നടക്കുന്നത്. ആറാട്ട് കഴിഞ്ഞ് ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നത് തിരുവാതിര ദിവസം ജനുവരി 3-ാം തീയതി കാലത്ത് 9 മണിക്ക് ആറാട്ട് കഴിഞ്ഞ് ഭക്തജനങ്ങളുടെ നാമജപത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി ക്ഷേത്ര ഗോപുരത്തിന് കിഴക്കേ ഗോപുരത്തിന് മുൻവശത്ത് പെരുമനം അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള വാദ്യകലാകാരന്മാർ ഏകദേശം 75ഓളം വാദ്യകലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളത്തോടു കൂടിയാണ് ഭഗവാന്റെ തിരിച്ചെഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഭഗവാന്റെ തിരിച്ചെഴുന്നള്ളത്ത് ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 11 പ്രദക്ഷിണം ചെയ്ത് കൊടിയിറക്കി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് 25 കലശാഭിഷേകവും ശംഖാഭിഷേകവും ശ്രീഭൂതബലിയും ഉച്ചപൂജയും ശ്രീഭൂതബലിയും കഴിയുന്നതോടുകൂടി 8 ദിവസങ്ങളിലായി ഭഗവാന്റെ സന്നിധിയിൽ നടക്കുന്ന തിരുവാതിര ഭഗവാന്റെ ആറാട്ട് മഹോത്സവം സമാപിക്കുകയാണ്. ആറാട്ട് മഹോത്സവത്തിന് ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത സഹസ്ര കലശത്തോടു കൂടിയ സാധാരണ ദ്രവ്യ കലശത്തോടു കൂടി നടക്കാറുള്ള ഉത്സവാഘോഷം സഹസ്ര കലശത്തോടു കൂടിയാണ് ഈ പ്രാവശ്യത്തെ ദ്രവ്യകലശം സഹസ്ര കലശമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ പ്രാവശ്യം നടന്നിട്ടുള്ളത്. ഈ സഹസ്ര കലശം കൊണ്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എല്ലാ ദേവന്മാരെയും ഒട്ടേറെ ഉപദേവന്മാരുള്ള പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ തൃപ്പങ്കോട്ടപ്പൻ്റെയും അതുപോലെ തന്നെ പാർവതീദേവിയുടെയും കാരണത്തിൽ ശിവൻ്റെയും ഒക്കെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹസ്ര കലശം നടക്കുന്നത്. ആ രീതിയിലുള്ള എല്ലാ വിധത്തിലും വളരെ ഗംഭീരമായി കലവറ നിറയ്ക്കലോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ഉത്സവം നടക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഉത്സവം നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ പ്രസാദൂട്ടും അതുപോലെ തന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്ന അവസാനത്തെ ഭക്തൻ കൂടി ഭഗവാന്റെ പ്രസാദൂട്ടിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകാവൂ എന്നുകൂടി ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തരും ഭഗവാന്റെ പ്രസാദൂട്ടിൽ പങ്കെടുത്ത് ഉത്സവാഘോഷത്തിൽ പങ്കെടുത്ത് മൃത്യുഞ്ജയനായ തൃപ്പങ്കോട്ടപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നേടിക്കൊണ്ട് ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്തണം. അതിനുവേണ്ടി എല്ലാ ഭക്തന്മാരെയും ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവാഘോഷത്തിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുന്നു. ഓം നമഃശിവായ.